പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു വിനാശത്തിൻ്റെ, വലിയൊരു ദുരന്തത്തിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ മലയാളികൾ നിൽക്കുന്നത്. കേരളത്തെ വികസനത്തെ പുതിയൊരു ഇടനാഴിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് 56 ഇഞ്ച് വിരിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ തൻ്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയായി കൊണ്ടുവന്ന NH66 എന്ന് പറയുന്ന ആ 6 വരി പാത അടങ്ങുന്ന ആ ഒരു പദ്ധതി, അത് പിണറായി വിജയനെ മാത്രമല്ല CPM-നെ ഉൾപ്പെടെ വിഴുങ്ങുന്ന വലിയൊരു വ്യാളിയായി മാറാനുള്ള ഒരു സാധ്യതയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടാവാത്ത നിലയിലുള്ള വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു ഈ 6 വരി പാത എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇടതുപക്ഷ സർക്കാരും CPM-കാരും ഒക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതി ഇതായിരുന്നു. 5000 ചില്ലാനം കോടി രൂപ സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി കണ്ടുപിടിച്ചു. ഏതാണ്ട് 90% അതിൻ്റെ പണി അവസാനിച്ചിരിക്കുന്നു. ഈ ഡിസംബറോടുകൂടി ഈ പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെടും എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നേട്ടമായി ഇത് ഉയർത്തി കാണിക്കാമെന്നൊക്കെ ആയിരുന്നു ഭരണാധികാരികളും CPM ഒക്കെ കരുതിയിരുന്നത്. പക്ഷേ അത് ഈ ഗവൺമെൻറ്റിനെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒരു തീതുപ്പുന്ന വ്യാളിയായി മാറുമോ എന്നുള്ള സംശയം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടുള്ള അതൊക്കെ വേറെ ഞാൻ പറയുന്നുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് ഈ പദ്ധതിയുടെ ഉടമാവകാശം സംബന്ധിച്ച്, ഈ പദ്ധതി ആരുടേതാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ സംസ്ഥാന സർക്കാർ വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആരെയും അതിനകത്ത് കാണുന്നില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പദ്ധതി സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ നിർമ്മാണം സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും അയാളുടെ മരുമകൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് പിണറായി വിജയൻ പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞു? ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിലായില്ലേ? ദേശീയപാതയുടെ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ല. ദേശീയപാതയുടെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നുമാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ കേട്ടോണം, ദേശീയപാതയുടെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ, ഒരു കാര്യങ്ങളും ഞങ്ങൾക്കൊരു പങ്കുമില്ല. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം മറ്റൊരർത്ഥത്തിൽ LDF-ന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDF 2016 അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനം നടക്കില്ലായിരുന്നുവെന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളുടെ വീഡിയോയും കൂടി ഇനി നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDF-ന്റെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാണ്. സുഹൃത്തുക്കളെ, വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇതിൽ ആ മുതൽ ക്ഷ വരെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി. അതാണല്ലോ അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിലോ മറ്റോ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങൾ ഇപ്പോൾ വൈറലാണ്. അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണിത്. 5000 ചില്ലാനം കോടി രൂപ ആണ് ഈ പറഞ്ഞതുപോലെ സ്ഥലമെടുപ്പിന് വേണ്ടി ചെലവഴിച്ചത്. അത് കേന്ദ്ര ഗവൺമെൻറ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അത്
പിന്നെ ഉണ്ടാക്കിയത്, ആ പണം ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാരാണ്. അത് ഇടതുപക്ഷ സർക്കാരായില്ലായിരുന്നുവെങ്കിൽ അത് നടക്കില്ലായിരുന്നു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓരോ റീച്ച് എടുത്തിട്ട് ആ റീച്ചിലെ പിന്നെ പ്രവർത്തനങ്ങളുടെ പുരോഗതിയുടെ ശതമാനക്കണക്ക് ഉൾപ്പെടെ അദ്ദേഹം അവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞത്, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടി മാത്രമായിട്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിലും സംസ്ഥാന സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് തോളോട് തോൾ ചേർന്നാണ് ഇതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഓരോ റീച്ചിലും നിരന്തരം ഞങ്ങൾ പോയി ഇതിന്റെ പരിശോധനകൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഇതിന്റെ കോൺട്രാക്ടറിന്റെ പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് ഓരോ റീച്ചിലും നിരന്തരം ഞങ്ങൾ സന്ദർശനം നടത്തും. അദ്ദേഹം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ആ പത്രസമ്മേളനം തുടങ്ങുന്നത് തന്നെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നിരുന്നു. അത് 3 മണിക്കൂറുള്ള യോഗമായിരുന്നു. അതൊരു യോഗം മാത്രമായിരുന്നില്ല, പല യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി മുഖ്യമന്ത്രിയും ഞങ്ങളും കൂടെ ചേർന്നിട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ യോഗം നടത്തുമ്പോൾ അതിനകത്ത് വനം വകുപ്പിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവും. കാരണം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരങ്ങളുടെ മുറിച്ചുകളുണ്ടല്ലോ, വനം വകുപ്പിൻ്റെ ഉണ്ടാവും. വൈദ്യുതി ബോർഡിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. കാരണം അത് ഇലക്ട്രിസിറ്റി പോസ്റ്റ് ലെവലുണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ, അത് വേണം. അതുപോലെ തന്നെ കലിംഗ് ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി ഇതിൻ്റെ യോഗം സംയുക്തമായി ഞങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സംയുക്തമായി ഞങ്ങൾ ഈ നടക്കുന്ന സ്ഥലങ്ങൾ നിരന്തരം ഞങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ആണ് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6/12/2024 മുഹമ്മദ് റിയാസ് നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് മുഹമ്മദ് റിയാസ് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ 3 മണിക്കൂറോളം നേരമാണ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് NH-66 റിവ്യൂ നടത്തിയിട്ടുള്ളത്. ആ റിവ്യൂവിൽ വന്നിട്ടുള്ള പ്രോഗ്രസ്സും അതുപോലെ തന്നെ പുരോഗതി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തിരുന്നു. പൊതുവെ 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH-66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതി ഒരു സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും അതിന് പണം നൽകേണ്ടതാണ്. പണം നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തി. ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. 5580 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെന്റ് 2021 മെയ് 20 അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി, ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം, അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ ഇപ്പം ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയുമുണ്ടായി. ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ചു നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ് ഇതിന്റെ വലിയ വിജയത്തിന്റെ കാരണം എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കേട്ടല്ലോ, ഇതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. ആ മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ നിന്ന് കടകവിരുദ്ധമല്ലേ അയാളുടെ അമ്മായിയപ്പൻ ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ആ മുതൽ ഷാ വരെ ദേശീയപാത അതോറിറ്റിയാണ്. ഇങ്ങനെയുണ്ട്. എപ്പോഴാണ് പറയുന്നത്? ഇത് പല സ്ഥലങ്ങളിലും
പടപടാന്ന് ഇടിഞ്ഞു വീണ് തുടങ്ങിയപ്പോഴാണ് ഇയാൾ വന്നിട്ട് തങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല എന്ന് പറയുന്നത്. എന്നാൽ അതല്ല, ഒരുമിച്ച് നിന്നാണ് തങ്ങൾ നടത്തിയത് എന്ന് അയാളുടെ മരുമകൻ തന്നെ പറഞ്ഞതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ്, ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോ നട്ടാൽ കുറിക്കാത്ത നുണ അമ്മായിയച്ഛൻ പറയുമ്പോൾ മരുമകൻ സത്യം പറയേണ്ടി വന്നിരിക്കുന്നു. മരുമകന് ഇപ്പൊ ഇവര് രണ്ടുപേരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി ആത്യന്തികമായി എന്താണ് സുഹൃത്തുക്കൾ, അതിന്റെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം. ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രമാണോ ഇതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്? ആണോ? അങ്ങനെ പറയാൻ കഴിയുമോ നമുക്ക്? അത് ശരിയാണ്. കാരണം ആ ദേശീയപാത നിർമ്മിക്കുന്നത് കേരളത്തിലല്ലേ, കേരളത്തിലൂടെയല്ലേ ആ ദേശീയപാത കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ സർക്കാരിന് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലേ? അത് കേരളത്തിന്റെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? അത് ജനജീവിതത്തെ എങ്ങനെ ബാധിക്കും, അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? അത് കേരളത്തിൽ കുന്നിടിക്കുകയും മണ്ണ് തണ്ണീർത്തടം നികത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? അപ്പം അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്നെങ്ങനെ പറയാൻ കഴിയും സുഹൃത്തുക്കളെ? പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഇതെങ്ങനെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നേട്ടമാക്കാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് തീർത്തും നിയമവിരുദ്ധമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു വികസന പദ്ധതി ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ ചെന്ന് ചേർന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു സമീപനമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അയാളുടെ മരുമകൻ മാസങ്ങൾക്ക് മുമ്പ് ഇത് കൂട്ടുത്തരവാദിത്വമാണെന്നും കൂട്ടുത്തരവാദിത്വം എന്നുള്ളതിൽ തങ്ങൾ എന്താണ് എങ്ങനെയാണ് ചെയ്തിരുന്നുള്ളതെന്നും പറഞ്ഞത് കൊണ്ടല്ലേ പറയേണ്ടി വന്നില്ലേ? അതുകൊണ്ട് നട്ടാൽ കുലുക്കാത്ത നുണ അമ്മായിയച്ഛൻ പറയുമ്പോൾ സത്യം മരുമകന് പറയേണ്ടി വന്നു എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്.